സ്വന്തം പെങ്ങളെ മായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാമോ? സ്വന്തം മാതാവുമായി അവിഹിതമാകാമോ? പരലോകത്ത് പൂർത്തീകരിക്കപ്പെടാൻ വിഹിതമായ അടക്കി വെച്ച വിഹിതമായ ആഗ്രഹങ്ങൾ പരലോകത്ത് പൂർത്തീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് തന്നെയാണ് യുക്തി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ആരിഫ് ഹുസൈൻ പറയുന്നത് സത്യമാണ്. ചുമ്മാ അല്ല പുള്ളി ഇതിനൊരു ലിംഗമതം എന്ന് വിളിക്കുന്നത്. എവിടെ നോക്കിയാലും പൂശലും പരിപാടി അല്ലാതെ ഒന്നുമില്ല ഈ മതത്തിൽ. അതോടൊപ്പം ഈ സ്പെഷ്യൽ മതക്കൂട്ടം ഉണ്ടല്ലോ ഇസ്ലാം, ഇതിലുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തൊരു ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ സ്വന്തം അമ്മയെ പെങ്ങളെയൊക്കെ ഭോഗിക്കുക, വ്യഭിചരിക്കുക, ഇതൊക്കെ ആയിട്ടാണ് എക്സാമ്പിൾ എടുക്കുന്നത്. ഉദാഹരണമായിട്ട് കഴിഞ്ഞാൽ പലിശ കൊടുക്കുക. സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് പലിശ കൊടുക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അതോടൊപ്പം ഷിർക്ക് ചെയ്യുന്നത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ഷിർക്ക് ചെയ്യുന്നതെന്ന് പറയും. ഇതുപോലൊക്കെ ഇവർക്ക് ഇങ്ങനത്തെ ഈ സ്വന്തം ഉമ്മ പെങ്ങൾ അങ്ങനത്തെ ഭോഗങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലേ ഇവർക്ക് ഈ എക്സാമ്പിൾ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ലിംഗമതത്തിന്റെ കുഴപ്പം. കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിന്റെ വലിയൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ അങ്ങനെ വലിയ ഈണത്തിൽ പറയുന്നത് എന്താ, സ്വന്തം ഉമ്മയും പെങ്ങളെയും സ്വപ്നത്തിൽ പൂശുന്ന കാര്യം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ടൊക്കെ, സ്വപ്നത്തിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയും പെങ്ങളെയും ഒക്കെ വെറുതെ വിടാവോ? ഭാഗ്യം ഞാനൊന്ന് ഇസ്ലാം മതത്തിൽ ജനിക്കാന്. ഇവരുടെ മതത്തിൽ ഇങ്ങനെ തന്നെ പറയുമ്പോൾ തന്നെ ആലോചിച്ച് ഇവരുടെ മതത്തിലുള്ള സ്ത്രീകളുടെയും സ്വന്തം അമ്മയും പെങ്ങളുടെയും ഒക്കെ അവസ്ഥ. ജട്ടിയിടാൻ പോലും അവർക്ക് നേരം കാണത്തില്ല. ഈ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഒരു കുഴപ്പമുണ്ട്. വേറെ ഒരു മതക്കാരിലും ഞാൻ അത് കണ്ടിട്ടില്ല. ഇസ്ലാമിലേ അതുള്ളൂ. ഇവർക്കൊരു കുഴപ്പമുണ്ട്. നമ്മൾ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് നീ നിന്റെ അമ്മയും പെങ്ങളെയും പൂശുന്നതല്ലേ, പിന്നെ ഈ ഇൻസെസ്റ്ററി ഉണ്ടല്ലോ, സ്വന്തം അമ്മയും പെങ്ങളെയും പോയി പൂശടാ മറ്റേതാ മറിച്ചാന്ന്. ഇവർക്ക് ഇതേ പറയാൻ അറിയത്തുള്ളൂ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരുന്ന തെറി ഡയലോഗ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇവരോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉമ്മയും പെങ്ങളെയും പൂശാത്ത ഇസ്ലാമിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണോ? അതിൻ്റെയോടൊപ്പം നിങ്ങൾ ഇസ്ലാം മതത്തിലല്ല ജനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയും പെങ്ങളെയും പൂശുമായിരുന്നോ? ഏതായാലും ബോധം വിവരമുള്ള ഒരുത്തനും സ്വന്തം അമ്മയും പെങ്ങളെ ഒന്നും ആ രീതി കാണത്തില്ല. നിങ്ങൾ അത് ചെയ്യാത്തത് നിങ്ങൾ ഇസ്ലാം മതത്തിൽ ജനിച്ചുകൊണ്ടാണോ എന്നാണ് എൻ്റെ ഒറ്റ ചോദ്യം. ഖുറാനിൽ അങ്ങനെ എഴുതി വെച്ചില്ല എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയും പെങ്ങളെയൊക്കെ പൂശുമായിരുന്നോ? ഇതാണ് എൻ്റെ ചോദ്യം.